പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയ പരിശുദ്ധ അമ്മയ്ക്കും ഈശോപ്പയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് സിനി, ഇതെൻ്റെ ഹസ്ബൻഡ് റെജി. ഞങ്ങൾ ഇടുക്കി കട്ടപ്പന വെള്ളയാങ്കുടി ഇടവകാംഗമാണ്. ഞാൻ 20/9/2019 ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. കൃപാസനത്തെ പറ്റി ആദ്യമായി അറിഞ്ഞത് ഞാൻ യൂട്യൂബിലൂടെയും കുറച്ച് സുഹൃത്തുക്കളൊക്കെ പറഞ്ഞാണ്. എൻ്റെ കുഞ്ഞിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ആ ഉടമ്പടി 2019 മുതൽ ഇന്ന് വരെ ആ ഉടമ്പടിയിലാണ് ഞാനും എൻ്റെ കുടുംബവും ഹസ്ബൻഡും ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് നിൽക്കുന്നത്, ഞാനൊരു അങ്കണവാടി ടീച്ചറായിരുന്നു. എനിക്ക് സൗണ്ട് പെട്ടെന്ന് പോയി കുട്ടികളെ പഠിപ്പിക്കാനോ മറ്റുള്ളവരോട് സംസാരിക്കാനോ ഒരു പ്രെയർ സോങ് ചൊല്ലാൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് എൻ്റെ സൗണ്ട് മാറിപ്പോയി. സൗണ്ട് വരുന്നില്ലായിരുന്നു. ശ്വാസം മുട്ടൽ പോലെ അനുഭവപ്പെട്ടു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. ഒരിടത്തുനിന്ന് 2-3 ഇടത്ത് ഹോസ്പിറ്റലിൽ പോയപ്പോൾ എല്ലാം പറഞ്ഞത്, നിനക്ക് ടീച്ചിങ് പ്രൊഫഷൻ പറ്റില്ല, ഒച്ചയെടുത്ത് സംസാരിക്കാനേ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അങ്കണവാടിയിൽ 10-30ഓളം കുട്ടികളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ പോയൊന്ന് സ്കാൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ തൊണ്ടയിൽ മൾട്ടി നോഡുലാർ ഗോയിറ്റർ എന്ന് പറയും, അങ്ങനെ കുറച്ച് മുഴകളുണ്ടെന്ന് പറഞ്ഞു. അവിടുന്ന് അവർ FNAC ഒരു ടെസ്റ്റിനായിട്ട് എന്നെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് വിട്ടു. അവിടെ ചെന്ന് എൻ്റെ തൊണ്ടയിൽ നിന്ന് ഈ മുഴയിൽ നിന്ന് കുത്തിയെടുത്ത് പരിശോധിച്ചപ്പോൾ അവർ പിറ്റേ ആഴ്ച റിസൾട്ട് പറയാമെന്ന് പറഞ്ഞു. സർജൻ്റെ അടുത്ത് പിറ്റേ ആഴ്ച റിസൾട്ടിന് ചെന്നപ്പോൾ അവർ പറയുന്നു, അത് ആ പരിശോധന ക്ലിയർ ആയില്ല, അതുകൊണ്ട് വീണ്ടും കുത്തിയെടുക്കണം, അടുത്ത ആഴ്ച നമുക്ക് സർജറിയും കൂടെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ട് എനിക്കും എൻ്റെ ഫാമിലിക്ക് എല്ലാവർക്കും പേടിയായി. ഞങ്ങൾ ഉടനെ തന്നെ ഉടമ്പടിയിലായിരിക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് ഇവിടെ വന്ന് ഞാൻ എൻ്റെ സങ്കടങ്ങൾ അമ്മയോട് പറഞ്ഞു. അതുപോലെ തന്നെ അവിടെ ചെന്ന് ഞാൻ എൻ്റെ ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ കാണിച്ചു. അപ്പോൾ ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, തനിക്ക് ഒരിക്കലും ഇനി പഠിപ്പിക്കാനായിട്ട്, അതായത് കുറേ കാലത്തേക്കെങ്കിലും താൻ പഠിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂട്ടുകാർ പലരും വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പാസ്പോർട്ട് എന്താണേലും കയ്യിലെടുത്തു. എങ്ങോട്ട് പോകണമെന്നോ എങ്ങനെയെന്നോ ഒന്നും ചിന്തിച്ചില്ല. പാസ്പോർട്ട് കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ എൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അവിടെ കാണിച്ചപ്പോൾ അച്ഛനെ കാണാൻ അനുവാദം തന്നു. അച്ഛനെ കാണാൻ ഇവിടെ വന്ന സമയത്ത് എൻ്റെ ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളുടെ കൂടെ തന്നെ പാസ്പോർട്ടും ഇരുന്നു. ഞാൻ മനസ്സിലിങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്താണേലും ആദ്യം ഇത് അച്ഛനോട് ഇത് പറയുന്നില്ല. എൻ്റെ രോഗത്തിൻ്റെ അവസ്ഥ അച്ഛൻ കണ്ടിട്ട് അച്ഛൻ എന്ത് പറയുന്നോ, അച്ഛൻ ഈ പാസ്പോർട്ട് എങ്ങനെയും കയ്യിലെടുക്കുകയാണെങ്കിൽ മാതാവിന് ഇഷ്ടമുണ്ട്, ഞാൻ പുറത്തേക്ക് പോകാനോ അല്ലെങ്കിൽ മറ്റൊരു ജോലിക്കോ മാതാവ് എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിച്ച് ഞാനിവിടെ തരുന്നു. ഇവിടെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു. അച്ഛൻ എൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ എല്ലാം കൊണ്ടുപോയി അമ്മയുടെ അടുത്തും ഈശോയുടെ കാൽക്കലും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. തിരിച്ചു വന്നു. അച്ഛൻ ഈ പാസ്പോർട്ടൊന്നും നോക്കിയില്ല. അച്ഛൻ എന്നെ ബ്ലെസ് ചെയ്തു. എൻ്റെ തൊണ്ടയിലെല്ലാം മൊത്തം സൈത്ത് പൂശി പ്രാർത്ഥിച്ചു. അതിനുശേഷം അച്ഛൻ 2-3 പേരുടെ അടുത്തേക്ക് അപ്പുറത്തേക്ക് പോയിട്ട് തിരികെ വന്ന് എന്നോട് ചോദിച്ചു, ഈ പാസ്പോർട്ട് ആരുടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ എൻ്റെയാ. എന്തിനു വേണ്ടിയാണ് നീ ഇത് തരുന്നതെന്ന് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു. ഞാൻ വെച്ചാൽ ഇങ്ങനെ എൻ്റെ സൗണ്ട് മൊത്തം പോയി, അതിന് എനിക്ക് പഠിപ്പിക്കാൻ പറ്റത്തില്ല, ഞാനിങ്ങനെ ഒരു അംഗൻവാടി ടീച്ചറാണ്, എനിക്ക് പഠിപ്പിക്കാൻ പറ്റില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്, എനിക്ക് മറ്റെന്തെങ്കിലും ജോലി പുറത്തേക്ക് പോകണം എന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി വേണം അച്ഛാന്ന് പറഞ്ഞു. അറിയാതെ ഞാൻ അപ്പോൾ വായി വന്നത് ഇസ്രായേൽ എന്നുള്ള ഒരു രാജ്യത്തിൻ്റെ പേരായിരുന്നു. ഇസ്രായേൽ എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ ആ പാസ്പോർട്ട് കയ്യിലെടുത്തു. വീണ്ടും അച്ഛൻ പ്രാർത്ഥിച്ചു. അതേൽ സൈത്ത് പൂശി കുരിശ് വരച്ച് എൻ്റെ കൈ തിരിച്ചു തന്നു. ഞാൻ അവിടുന്ന് പോകാൻ നേരം ഞാൻ ആ ക്യൂവിൽ ഏറ്റവും അവസാനം ഇറങ്ങിയത്. അപ്പം ഞാൻ ഈ പാസ്പോർട്ട് ജസ്റ്റ് അച്ഛനെ ഇങ്ങനെ ഒന്ന് കാണിച്ചു. എന്നോട് തോളെ തട്ടുവോ അങ്ങനെയൊന്നും പറയാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഓർത്തു, എന്താണെങ്കിലും അച്ഛനെ എടുക്കണം എന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അത് അച്ഛനെ എടുത്ത് എനിക്ക് ബ്ലെസ് ചെയ്ത് തന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ കാണിച്ചപ്പോൾ അച്ഛൻ അവിടെ ഇരുന്ന് ചിരിച്ചുകൊണ്ട് തലയാട്ടി. ഞാൻ അങ്ങ് പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് തിരികെ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് സ്കാൻ ചെയ്തിട്ട് കുത്തിയെടുക്കണം, സ്കാൻ ചെയ്തുകൊണ്ട് എൻ്റെ തൊണ്ടയിൽ നിന്ന് ഈ കുത്തിയെടുക്കണം എന്നായിരുന്നു, ഈ ഫ്ലൂയിഡ് കുത്തിയെടുക്കണമെന്നായിരുന്നു ഡോക്ടേഴ്സ് അവസാനം എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. അത് പേടിച്ചാണ് ഞാനിവിടെ ആദ്യം വന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ചത്. അപ്പം ഞാൻ ചെന്നിട്ട് ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, അവിടെ ഇതൊന്നും സംഭവമായിട്ടൊന്നും കാണുന്നില്ല, പഴയ സ്കാനിങ് പോലെ ഒന്നും കാണുന്നില്ല, ഇതിനൊരു ഓപ്പറേഷനും വേണ്ട, FNACയുടെ ടെസ്റ്റും ചെയ്യണ്ട എന്ന് പറഞ്ഞു. എൻ്റെ സൗണ്ടിന്
എൻ്റെ വേറെ യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും എനിക്കിപ്പോൾ ഇല്ല. ഒരു സർജറിയും കൂടാതെ എൻ്റെ സൗണ്ട് തിരികെ തന്ന ഈശോപ്പയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ പാസ്പോർട്ട് അച്ഛനെടുത്ത് ബ്ലെസ് ചെയ്ത് തന്നതിന് ശേഷം ഞാൻ ഇസ്രായേലിൽ നിന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് ഇസ്രായേലിലേക്ക് പോകാനായിട്ട് സാധിച്ചു. എൻ്റെ പേപ്പർ ഭാഗങ്ങളെല്ലാം പെട്ടെന്ന് റെഡിയായി. ഞാൻ പോയി ഒരു ക്ലാസ് ബോംബെ കൂടി. അവിടുത്തെ ഇൻ്റർവ്യൂ ഒക്കെ ഫസ്റ്റ് ടൈം തന്നെ എല്ലാ കാര്യങ്ങളും, എല്ലാ പേപ്പറുകളും, എൻ്റെ മെഡിക്കലും എല്ലാ പേപ്പറുകളും, എല്ലാ കാര്യങ്ങളും എനിക്ക് പെട്ടെന്ന് ഒരു 6 മാസത്തെ പോലും നീട്ടമില്ലാതെ തന്നെ എനിക്ക് ഇസ്രായേലിൽ എത്തിച്ചേരാൻ സാധിച്ചു. 2024 ഡിസംബർ 1-ാം തീയതി ഞാൻ അവിടെ, നവംബർ 30-ാം തീയതി ഞാൻ അവിടെ എത്തി. 2-ാം തീയതി ഞാൻ ജോലിയിൽ പ്രവേശിച്ചു. 2026 ഏപ്രിൽ 23-ന് ഞാനിവിടെ തിരിച്ച് ലീവിന് വന്ന് തന്നെ അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി പുതുക്കിയിട്ടാണ് ഞാൻ പോയത്. അന്ന് എൻ്റെ കയ്യിൽ 1-2 രേഖകൾ, ഈ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളില്ലാത്തതുകൊണ്ടാണ് അന്ന് ഞാൻ സാക്ഷ്യം പറയാഞ്ഞത്. ഇപ്പോൾ ഞാൻ ജൂൺ 8-ന് തിരിച്ച് ഞാൻ ഇസ്രായേലിലേക്ക് പോവുകയാണ്. എനിക്ക് ഇസ്രായേലിൽ പോകുവാനും കെയർടേക്കറായി ജോലി ചെയ്യുവാനും ഒക്കെ അനുഗ്രഹം തന്ന ഈശോപ്പയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ മോൻ എഡ്വിൻ, അവൻ്റെ കാര്യത്തിന് വേണ്ടിയായിരുന്നു ഞാൻ ആദ്യം പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ വന്നത്. അവന് ഹാർട്ടിന് ഒരു ഹോളുണ്ടായിരുന്നു, ഞങ്ങൾ അറിഞ്ഞില്ല, അറ്റ് ബർത്തിലുണ്ടായിരുന്നതാണ്. ഇതാണ് മോൻ എഡ്വിൻ. ഇവന് ഹാർട്ടിൻ്റെ അറകളിൽ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു വിശദീകരിക്കാൻ അറിയില്ലെങ്കിലും ഒരു ഹോള്, 14 വയസ്സിലാണ്, ഒരു വയറ്റുവേദനയെ തുടർന്ന് ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ് ഇവിടെ ഒരു ഹോളുണ്ട്, നിങ്ങളൊന്ന് എക്കോ എടുക്കുക, കാർഡിയോളജിസ്റ്റിനെ കാണിക്കുമെന്ന് പറഞ്ഞത്. അതുമായിട്ട് ബന്ധപ്പെട്ട് അതുവരെ ഇതിന് ഒരു സിംറ്റംസും, അതായത് ശ്വാസം മുട്ടലൊക്കെ, ഇതിപ്പോൾ ഒരു കാര്യങ്ങളും, ഒരു കളർ ചേഞ്ചോ പനിയോ ഒന്നും വന്നിട്ടില്ലാത്ത കുഞ്ഞാണ്. അപ്പോൾ ഞങ്ങൾക്കിത് കേട്ടപ്പോൾ സത്യത്തിൽ ഒരു വലിയൊരു സീരിയസ്നെസ് അനുഭവപ്പെട്ടില്ല. പക്ഷേ കോട്ടയം മെഡിക്കൽ കോളേജ് വന്ന് ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോഴാണ് ഡോക്ടർ പറഞ്ഞു, ഒരു വലിയ ഹോളാണ്, കീ ഹോൾ സർജറി പറ്റില്ല, ഓപ്പൺ ഹാർട്ട് സർജറി തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയി. ഞങ്ങൾ പല ഹോസ്പിറ്റലിലും പോയി, ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്താണേലും സർജറി ഡോക്ടേഴ്സ് പറഞ്ഞതാണ്. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഇവിടെ വന്ന് ബ്ലെസ് ചെയ്തു, ഞങ്ങൾക്കൊരു ഡേറ്റ് കിട്ടണം. ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടി, കുഞ്ഞിന് കറക്റ്റ് സമയത്ത് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് നടക്കണം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അതിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം കൊറോണയുടെ സമയമായിരുന്നു. കൊറോണ കഴിഞ്ഞ് ഇവൻ 10th എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഞങ്ങളെ വിളിക്കുകയും ഓപ്പറേഷൻ യാതൊരു തടസ്സവും കൂടാതെ, ഓപ്പൺ ഹാർട്ട് സർജറി എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ദേഹത്ത് എല്ലൊന്നും പൊട്ടിക്കില്ലേ എന്നൊക്കെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു. കാരണം എന്നാ വെച്ചാൽ ഒരമ്മയ്ക്കറിയാലോ അതിൻ്റെ ഒരു വിഷമം. ഇവരുടെ ചങ്കൊക്കെ പൊട്ടിച്ച് ഇങ്ങനെ ഒത്തിരി പേരെ സ്റ്റിച്ചൊക്കെ ഇട്ട് കിടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലൊന്നും ആയിരിക്കല്ലേ, ഇവൻ്റെ ദേഹത്തൊരു പാട് പോലും കാണല്ലേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു. എന്താണേലും കറക്റ്റ് സമയത്ത് ഡോക്ടർ പറഞ്ഞു, തലേദിവസം രാത്രി ഞങ്ങളോട് പറഞ്ഞു, ഇങ്ങനെ തൊണ്ടയുടെ അവിടുന്ന് താഴേക്കാണ് ഓപ്പറേഷൻ കീറുന്നത്, ഒരു 3-4 മണിക്കൂർ എടുക്കും എന്നൊക്കെ പറഞ്ഞു. രാവിലെ ഞങ്ങളൊരു ജപമാല ചൊല്ലി, മെഡിക്കൽ കോളേജാണെന്നൊന്നും ഞങ്ങൾ നോക്കിയില്ല, അവിടെ ഒത്തിരി മനുഷ്യരിപ്പുണ്ടായിരുന്നു. മാതാവിൻ്റെ രൂപവും ഉടമ്പടി പത്രികയും എല്ലാം ഞങ്ങളുടെ 2 പേരുടെയും കയ്യിലുണ്ടായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ 8:30 ആയപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു, ഇന്നിവന് സർജറി ചെയ്യുന്നില്ല, വേറൊരു സർജറി ഉണ്ട്, മിക്സ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിങ്ങനെ വാരിയലിൻ്റെ താഴെ കൊണ്ട് അകത്തിയിട്ട് ചങ്കിൻ്റെ ഒരു സൈഡ് കൊണ്ട് ഇങ്ങനെ വാരിയലിനെ അകത്തി വെച്ചിട്ടുള്ള ഒരു ഓപ്പറേഷനാണ്. കുറച്ചും കൂടെ കോംപ്ലിക്കേഷൻ ഉണ്ട്, 5-5.5 മണിക്കൂർ എടുക്കും. അതുകൊണ്ട് അത് വേണമെങ്കിൽ ഇവന് തിങ്കളാഴ്ച ചെയ്യാം, നിങ്ങൾ വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞാനിവന് വെള്ളമൊക്കെ കൊടുത്തു. അപ്പോൾ ഞങ്ങളോട് പൊക്കോളാൻ പറഞ്ഞുകൊണ്ട് കാപ്പി മേടിക്കാനായിട്ട് ഹസ്ബൻഡ് പുറത്തേക്ക് പോയ സമയത്ത് നിങ്ങൾ വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞ ഡോക്ടേഴ്സ് തന്നെ തിരിച്ചു വന്നിട്ട് പറയുകയാണ്, ഇവനെ ഇപ്പോൾ ഓപ്പറേഷന് കയറ്റുവാണ്. ഞാൻ പറഞ്ഞു, സാറേ അവൻ ആ മെയിൻ ഈ എല്ല് പൊട്ടിച്ചുള്ള ആ സർജറി അല്ല, മിക്സ് എന്ന് പറഞ്ഞ വേറൊരു സർജറിയാണ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നത്, അത് തിങ്കളാഴ്ച വരാനാണ് ഞങ്ങളോട് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, വേണ്ട ചേച്ചി, അത് ഇവനെ ഇപ്പം തന്നെ ചെയ്യുവാണ്, ആ സർജറിയാണ് ചെയ്യുന്നത്, മിക്സ് എന്ന് പറഞ്ഞ സർജറിയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇവനെ അന്നേരം തന്നെ ഹസ്ബൻഡ് താഴെ നിന്ന് കാപ്പി മേടിച്ചുകൊണ്ട് കയറി വന്നപ്പോഴത്തേക്ക് ഇവനെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാതിക്കൽ എത്തിച്ചു. ഞാൻ ജസ്റ്റ് ഇവൻ്റെ ചങ്കിലെന്നും തൈലം തൂത്ത് പ്രാർത്ഥിക്കുമായിരുന്നു, ഇവൻ്റെ അസ്ഥികളൊന്നും പൊട്ടാൻ ഇടവരല്ലേ ഈശോയെന്ന് അമ്മയോടും പ്രാർത്ഥിക്കുമായിരുന്നു. എന്താണേലും ഞാൻ ആ കാശുരൂപ എൻ്റെ നെഞ്ചി വെച്ചിട്ട് പറഞ്ഞു, മോൻ എന്താണേലും പോയിട്ട് വാ, അമ്മയോട് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് തന്നെ കിടന്നു എന്ന് പറഞ്ഞു. സർജറിക്ക് രാവിലെ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ കയറ്റി. വൈകിട്ട് 5 മണി വരെ ഞങ്ങളോട് ബ്ലഡ് ചോദിച്ചോ മെഡിസിൻ മേടിക്കാൻ പറഞ്ഞു, ഒന്നും ആരും ഭാഗത്തുനിന്ന് വിളിച്ചില്ല. വൈകുന്നേരം 8:30 ആയപ്പോൾ എന്നെ കാണിച്ചു, പിറ്റേ ദിവസം രാവിലെ കാണിച്ചു. 4-ാമത്തെ ദിവസം ഇവനെ
ഒരു കുഴപ്പവും കൂടാതെ ഡിസ്ചാർജ് ചെയ്തു. ഇവൻ്റെ ഒരു സ്റ്റിച്ചും പഴുക്കോ ഒരു കോംപ്ലിക്കേഷനും ഇല്ല. ഇവൻ ഫുട്ബോൾ കളിക്കുന്ന ആളാണ്. ഇപ്പോഴും അവന് നല്ല ആരോഗ്യവാനായിട്ട് ഫുട്ബോൾ കളിക്കുന്നു. എല്ലാ കാര്യങ്ങളും അവൻ്റെ ജീവിതത്തിൽ ഇത് ഒരു ഇതുമില്ലാതെ അവൻ പൂർണ്ണ ആരോഗ്യവാനായിട്ട് ഇപ്പോൾ നിൽക്കുന്നു. പരിശുദ്ധ അമ്മയുടെയും തിരുക്കുമാരൻ്റെയും ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം ഇവിടുന്ന് എല്ലാ 3 മാസം കൂടുമ്പോൾ, ആദ്യമൊക്കെ ഞങ്ങൾ വരുന്ന സമയത്ത് എല്ലാ മാസവും വരണമായിരുന്നു. അന്നേരവും ഇപ്പോഴും ഞങ്ങൾ പത്രം വാങ്ങി എല്ലാവർക്കും വിതരണം ചെയ്യുന്നുണ്ട്. പിന്നെ എന്നെ അറിയുന്നവരും എന്നെ കേൾക്കുന്നവരും ബസ്സിലിരിക്കുമ്പോഴാണേലും എവിടെ പോകുമ്പോഴാണേലും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറയുന്നതിന് യാതൊരു മടിയും കൂടാതെ പറയുകയും മറ്റുള്ളവർ പലരും ഞങ്ങൾ പറഞ്ഞിട്ട് ഇവിടെ വരികയൊക്കെ ചെയ്തിട്ടുണ്ട്, ഉടമ്പടി എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് ചെയ്യുന്നത് നമ്മുടെ അടുത്ത് വൃദ്ധസദനങ്ങൾ, ആരോരും ഇല്ലാത്ത മക്കളെ താമസിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട്, അവിടെ പോവാറുണ്ട്. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മളുടെ അടുത്ത് വരുന്ന ഏതൊരാൾക്കും നമ്മളാൽ പറ്റുന്ന എല്ലാ സഹായങ്ങളും അവർക്ക് ആവശ്യം എന്തെന്ന് പറയുന്നോ അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഉള്ളതിൽ വെച്ച് ഞങ്ങളത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അവിടെ ആയിരിക്കുന്നത് കൊണ്ട് എനിക്ക് വേണ്ടി കൂടെ ഹസ്ബൻഡാണ് പത്രമൊക്കെ മേടിച്ച് കൊടുക്കുന്നത്. ആത്മീയ ജീവിതം വിശുദ്ധ കുർബാനയിൽ ഇവിടെ ആയിരുന്നപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാറുണ്ട്. ഞാൻ അവിടെ ചെന്നിട്ട് എനിക്ക് മാസത്തിൽ 1 ആണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നത്. അവിടെ കുമ്പസാരവും വിശുദ്ധ കുർബാനയും ഉണ്ട്. അവിടെ പ്രെയർ കാര്യങ്ങളെല്ലാം ഒത്തിരി, നമ്മുടെ കൃപാസന മാതാവിൻ്റെ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ട്. അമ്മയുടെ ഉടമ്പടി എടുത്ത മക്കൾ അവിടെ ഉണ്ട്. പ്രാർത്ഥനയിൽ എല്ലായ്പ്പോഴും തന്നെ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നു. കുർബാന മാസത്തിൽ 1 ഉള്ളൂ. ഹസ്ബൻഡ് എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കുന്നു. മക്കൾ സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം പോകുന്നുണ്ട്. സന്ധ്യാപ്രാർത്ഥനയും ഉണ്ട്. ജപമാല എല്ലാ ദിവസവും ഞങ്ങൾ എത്തിക്കാറുണ്ട്. ഞാൻ അവിടെ ആണെങ്കിലും ഞാൻ ഗ്രൂപ്പായിട്ട് ഞങ്ങൾ ഗൂഗിൾ മീറ്റ് വഴിയൊക്കെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു. സ്വന്തമായിട്ടും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ദൈവവിശ്വാസത്തിൽ ആഴപ്പെടാനായിട്ട് സാധിച്ചു. ഇനിയും മുന്നോട്ട് ഈ ഉടമ്പടിയിൽ തന്നെ ആയിരിക്കാനും മരണം വരെ ഈ ഉടമ്പടിയിലായിരിക്കുവാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം യാചിക്കുന്നു. ഈശോയോ ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിൽ ആനന്ദിക്കുക. അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നിൻ്റെ ജീവിതം കർത്താവിനെ ഭരമേൽപ്പിക്കുക. കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക. അവിടുന്ന് നോക്കിക്കൊള്ളും. സങ്കീർത്തനം 37:4-5 വചനങ്ങളാണ്. ഉടമ്പടി ഒരു വിളിയാണ്, ഒരു തിരഞ്ഞെടുപ്പാണ്. ദൈവത്തോടുള്ള ഒരു വിശ്വാസ സമർപ്പണമാണ് ഉടമ്പടി. കർത്താവിൽ ആനന്ദിക്കാനും അവിടുത്തോട് ചേർന്ന് നിന്ന് ജീവിതം മുന്നോട്ട് നയിക്കുവാനുമുള്ള ഒരു ആത്മീയതയിലേക്കുള്ള ഒരു വിളിയാണ് ഉടമ്പടി. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും, അതായത് ഇന്നത്തെ കാലത്തിനനുസരിച്ചുള്ള വിഷമങ്ങൾ, 2004 ഡിസംബർ 7 പരിശുദ്ധ അമ്മ ഇവിടെ വന്നപ്പോൾ ദുരന്തം വരാൻ പോകുന്നു എന്ന ഒരു വിഷയവുമായിട്ടാണ്, ഒരു മെസ്സേജുമായിട്ടാണ് അമ്മ ഇവിടെ വന്നത്. ആ ദുരന്തങ്ങൾ നമുക്കറിയാം, അത് കഴിഞ്ഞ് എന്തൊക്കെ ദുരന്തങ്ങൾ വന്നു. പക്ഷേ ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ദുരന്തങ്ങൾ, അതായത് നമ്മുടെ കഷ്ടതകൾ, നമ്മുടെ കുടുംബ പ്രശ്നങ്ങൾ, നമ്മുടെ വിഷമതകൾ, നമ്മുടെ ജോലിയില്ലായ്മകൾ, നമ്മുടെ രോഗങ്ങൾ, ഇന്നിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ലോകത്തിന് ഒരു വലിയ ദാനമാണ്, ഒരു വലിയ ഗിഫ്റ്റാണ് കൃപാസനം അമ്മ. ഈ അമ്മയുടെ കരങ്ങളിലൂടെയാണ് നാം ഈശോയിലേക്ക് കൂടുതൽ അടുക്കുവാൻ സാധിക്കുന്നത്. അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ വിശുദ്ധ സന്നിധിയിൽ, ഈ അൾത്താരയിൽ വന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൽ ആനന്ദിക്കാനാണ് അമ്മ നമ്മെ വിളിക്കുന്നത്. നമ്മളെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുന്ന ഒരു ദൈവമുണ്ട് ഈ കൃപാസനത്തിൽ. നമ്മുടെ ജീവിതം കർത്താവിനെ ഭരമേൽപ്പിക്കുമ്പോൾ, വിശ്വാസം അർപ്പിക്കുമ്പോൾ നമ്മെ നോക്കുന്ന, നമ്മെ പരിപാലിക്കുന്ന, നമ്മെ താങ്ങി നിർത്തുന്ന നമ്മെ സംരക്ഷിക്കുന്ന ഒരമ്മയാണ് കൃപാസനം അമ്മ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും എല്ലാം നമ്മൾ സമർപ്പിക്കുമ്പോൾ, ഓൾ സറണ്ടർ ടു ഗോഡ്, എന്നാൽ എല്ലാ കാര്യങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ ഓരോ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതായിട്ടാണ് നാം ഓരോ സാക്ഷ്യത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദൈവത്തിൽ ആനന്ദം കൊള്ളുമ്പോഴാണ് നമ്മുടെ ഹൃദയം ശുദ്ധമാകുന്നത്. ദൈവത്തിന് നമ്മുടെ ജീവിതം ഭരമേൽപ്പിക്കുമ്പോൾ
ഭയമില്ലാതെ പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയാലും, പ്രതിസന്ധികൾ എന്ത് പ്രതിസന്ധികളായാലും അതെല്ലാം തരണം ചെയ്ത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാനും മുന്നോട്ട് പോകുവാനുമുള്ള ശക്തിയാണ് നമുക്ക് ഉടമ്പടിയിലൂടെ ലഭിക്കുന്നത്. സിനി തോമസ് എന്ന സഹോദരിയുടെ സാക്ഷ്യത്തിൽ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ യൂട്യൂബിൽ കൂടെ സാക്ഷ്യങ്ങൾ കേൾക്കുകയും പരിശുദ്ധ അമ്മയെപ്പറ്റി, കൃപാസനം അമ്മയെപ്പറ്റി അറിയുകയും നേരെ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ വന്ന് ഉടമ്പടി എടുക്കുകയുമാണ് ചെയ്തത്. കുടുംബം എല്ലാവരും ഒന്നിച്ചാണ് എല്ലാവരും ഉടമ്പടി എടുത്തിട്ടുണ്ട്. ആ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുമ്പോഴാണ് ഈ മകളുടെ ഒരു നിയോഗം സമർപ്പിച്ചത്. അതായത് അംഗൻവാടി ടീച്ചറായിട്ട് ജോലി ചെയ്യുമ്പോൾ സൗണ്ട് ഇല്ലെങ്കിൽ നമുക്ക് യാതൊരു രക്ഷയുമില്ല, എസ്പെഷ്യലി ഫോർ ടീച്ചിങ് പ്രൊഫഷൻ. അപ്പോഴിവിടെ ശബ്ദത്തിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. അതായത് ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ മൾട്ടി നോഡ്യൂൾ ഗോയിറ്റർ എന്നാണ് പറഞ്ഞത്. അത് സർജറി ചിലപ്പോൾ വേണമായിരിക്കാം. ഇത് ഡോക്ടറിനെ കണ്ടപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ സർജറി വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് നമുക്കറിയാം ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ ലഭിക്കുവാനായിട്ടാണ് ഈ സഹോദരി ടോക്കൺ എടുക്കുവാനായിട്ട് മാനേജറിൻ്റെ ഓഫീസിൽ പോയത്. ഇങ്ങോട്ട് പോന്നപ്പോഴറിയാം ഇനി സൗണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല, ശബ്ദം ഉപയോഗിക്കാൻ പറ്റത്തില്ല, ടീച്ചറിൻ്റെ ജോലി ചെയ്യുവാനായിട്ട് മുൻപോട്ട് സാധിക്കില്ല എന്നൊരു തോന്നലാവാം. ഒരുപക്ഷെ ഈ മകള് ഒരു പാസ്പോർട്ടും കൂടെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് അച്ഛനെ കാണാനുള്ള ടോക്കൺ എടുക്കാൻ വന്നത്. ഒരു ടോക്കണേ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് എമർജൻസി ആയിട്ടുള്ളത് തൊണ്ടയിലെ പ്രശ്നമാണ്. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ അവിടെ കാണിച്ചു, ഡോക്യുമെൻ്റ് ആയിട്ട് അവിടെ ടോക്കൺ ലഭിച്ചു. ഇവിടെ വന്നു അച്ഛൻ, ജോസഫ് അച്ഛൻ ഈ മകളുടെ കഴുത്തിൽ, തൊണ്ടയിൽ സൈത്ത് തേച്ച് പ്രാർത്ഥിച്ചു. പിന്നീട് അച്ഛൻ മുന്നോട്ട് മറ്റുള്ളവരെ അനുഗ്രഹിക്കാനായിട്ട് പോയി. പക്ഷെങ്കിൽ വീണ്ടും അച്ഛൻ ഈ മകളിലേക്ക് തിരിച്ചു വരികയാണ്. ഒരുപക്ഷെ പരിശുദ്ധ അമ്മ തന്നെയാണ് അച്ഛനിലൂടെ സംസാരിക്കുന്നത്. പിന്നീട് ഈ മകളോട് ചോദിച്ചത്, അച്ഛൻ്റെ കയ്യിൽ വേറെ ഒരു പേപ്പറുമില്ല, ഒരു സ്ലിപ്പ് മാത്രമുണ്ട്, തൊണ്ടവേദന അത് മാത്രം എഴുതിയിട്ടുണ്ട്, വേറെ ഒന്നും അച്ഛൻ അറിയില്ല. അച്ഛൻ 2-3 പേരെ ബ്ലെസ് ചെയ്തിട്ട് വീണ്ടും ഈ മകളിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ട് ചോദിച്ചു, ഈ പാസ്പോർട്ട് എന്തിനാണ് എന്ന്. പിന്നീട് ഈ പാസ്പോർട്ടിനെ പറ്റി പറയുകയും അച്ഛൻ ഈ പാസ്പോർട്ട് എടുത്ത് പരിശുദ്ധമ്മയുടെ അരികിൽ പോയി പ്രാർത്ഥിക്കുകയാണ്. പിന്നീടാണ് ഈ മകളുടെ മനസ്സിൽ ഇസ്രായേൽ എന്ന ഒരു രാജ്യത്തിൻ്റെ പേര് വരികയും പിന്നീടാണ് മനസ്സിലായത് ഇതെല്ലാം പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ ഇടപെടലായിരുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ വഴി ആ നിമിഷം തന്നെ സൈത്ത് തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ തൊണ്ടയിലുണ്ടായിരുന്ന മൾട്ടി നോഡ്യൂൾ ഗോയിറ്ററിൻ്റെ അസുഖം പൂർണ്ണമായിട്ട് ഭേദപ്പെടുകയും സർജറി ചെയ്യുകയോ FNAC ഒരു പ്രാവശ്യം ചെയ്തിട്ട് അത് കുത്തിയെടുത്തിട്ട് ശരിയായില്ല, വീണ്ടും FNAC ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നീട് സർജറി ചെയ്യണമെന്നാണ് പറഞ്ഞത്. പക്ഷെങ്കിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ വഴി FNAC വീണ്ടും ചെയ്തില്ല, സർജറി ചെയ്തില്ല. ആ രോഗം പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുകയാണ്. സൈത്ത് തേച്ച് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ചു. പിന്നീട് അച്ഛൻ തന്നെയാണ് ആ പാസ്പോർട്ട് എടുത്ത്, ഈ മകൾ ഒന്നും പറഞ്ഞില്ല, അച്ഛൻ തന്നെ എടുത്ത് പാസ്പോർട്ട് എടുത്ത് മാതാവിൻ്റെ ഇടയിൽ പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്നു. ഈ മകൾക്ക് പിന്നീട് ഇസ്രായേലിലേക്കുള്ള പാസ്പോർട്ട്, വിസയും ടിക്കറ്റും ഒക്കെ ആയിട്ടാണ്. പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വരുവാൻ സാധിച്ചില്ല ആ ദിവസങ്ങളിൽ. അതുകൊണ്ട് ഇപ്പോൾ അവധിക്ക് വന്നപ്പോൾ പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് ഉടമ്പടി പുതുക്കി ഇന്ന് സാക്ഷ്യപ്പെടുത്തുവാനായിട്ടാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. ഈശോയുടെയും അമ്മയുടെ അരികിൽ വരുമ്പോൾ നമുക്കറിയാം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ആത്മീയതയുടെ ഒരു വലിയ പ്രതീകമാണ്. കാരണം അച്ഛൻ്റെ ആത്മീയതയിലാണ് ഒരുപക്ഷെ പരിശുദ്ധ അമ്മ ഈ സന്നിധിയിൽ വന്നത്. ആത്മീയതയുടെ ആഴം എത്രമാത്രമാണെന്ന് നമുക്കറിയാം. 40 വർഷത്തെ പൗരോഹിത്യ ജീവിതവും അതിലും മുമ്പുണ്ടായിരുന്ന ചെറുപ്പകാലം തൊട്ട് ആത്മീയ ജീവിതത്തിലുള്ള ആസ്ഥയിലാണ് പരിശുദ്ധ അമ്മ ഓരോ കാര്യവും അച്ഛന് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അമ്മ ഇവിടെ വന്നപ്പോൾ ദുരന്തം വരാൻ പോകുന്നു എന്ന് പറഞ്ഞത് അന്നേരത്തെ ദുരന്തം മാത്രമല്ല, ഇന്ന് നമ്മുടെ ജീവിതത്തിലുള്ള ദുരന്തത്തെപ്പറ്റിയുമാണ് അമ്മ പറഞ്ഞിരുന്നത്. എല്ലാ ദുരന്തങ്ങൾക്കുമുള്ള ഒരു ആശ്രയമാണ്, ഒരു അഭയസ്ഥലമാണ് പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധി. ഈ സന്നിധിയിൽ വന്ന് നമ്മുടെ ഓരോ പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയാലും, ഏതവസ്ഥയിലാണെങ്കിലും, എല്ലാം തോറ്റ് നഷ്ടപ്പെട്ടു, ഇനി പ്രതീക്ഷയൊന്നും ഇല്ല എന്ന് പറയുന്ന അവസ്ഥയാണെങ്കിൽ പോലും എല്ലാം പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്നു കഴിയുമ്പോൾ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അമ്മയാണ് ഈശോയുടെ കരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. കാനായിലെ വിവാഹ വിരുന്നിൽ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞത് പരിശുദ്ധ അമ്മയാണ്. നമ്മുടെ എല്ലാ ഇല്ലായ്മകളും പരിശുദ്ധ അമ്മയാണ് ഈശോയോട് പറയുന്നത്. പക്ഷെങ്കിൽ ഈശോ പറഞ്ഞത് എൻ്റെ സമയമായില്ല എന്നാണ്.
അവിടെയും അമ്മ തന്നെയാണ് പറഞ്ഞത്, അവൻ പറയുന്നത് ചെയ്യുക എന്നാണ്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്, സമയമാകാത്ത സമയമാക്കിയ അമ്മയാണ് അവിടെ. അവൻ പറയുന്നത് ചെയ്തപ്പോൾ അവിടെ അസാധ്യമായത് സാധ്യമാക്കിയത് ഈശോയാണ്. ഉടമ്പടിയിലും ഇത് തന്നെയാണ് ഇന്ന് നടക്കുന്നത്. അസാധ്യമായത് സാധ്യമാക്കുന്ന അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ. സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഇവിടെ എത്തിയപ്പോൾ സമയത്തിന് മേൽ എനിക്ക് അധികാരമുണ്ട് എന്ന ഒരു മെസ്സേജാണ് നമുക്ക് തരുന്നത്. ഈ മകളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ആ മൾട്ടി നോഡ്യൂൾ ഗോയിറ്റർ അത് പൂർണ്ണമായിട്ട് രോഗസൗഖ്യപ്പെടാനായിട്ട് അച്ഛൻ സൈത്ത് തേച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ പാസ്പോർട്ട് അച്ഛൻ തന്നെയാണ് ഈ മകളുടെ കയ്യിൽ നിന്നെടുത്ത് പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായിട്ട് ഇസ്രായേൽ ഒരു നല്ല ജോലി ലഭിക്കുകയും ഇപ്പോഴവധിക്ക് വേണ്ടിയിട്ട് അമ്മയുടെ സന്നിധിയിൽ നന്ദി പറയുവാനായിട്ട് വരികയും ചെയ്തത്. ഇവിടെ ഈശോയുടെ മമ്മിയുടെ ഒരു വലിയ അനുഗ്രഹമാണ്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ആത്മീയ ആസ്തിയിൽ നിന്നുള്ള ഒരു പങ്കാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആ ആസ്തിയിലേക്ക് നമുക്ക് ചേർന്ന് നിൽക്കുന്ന ഉടമ്പടിയിലൂടെയാണ്. ഉടമ്പടി ജീവിതം കൂടുതൽ തീക്ഷ്ണതയോടെ ആത്മാർത്ഥതയോടെ നയിക്കുമ്പോൾ അച്ഛൻ്റെ ആത്മീയതയിലേക്ക് നമുക്കും ഒരു പങ്ക് ലഭിക്കാനുള്ള ഒരു വഴിയാണത്. ആ ആത്മീയ ജീവിതത്തിലേക്ക് നമുക്കും ചുവടുകൾ എടുത്ത് മുന്നോട്ട് പോകാം. അതുപോലെ തന്നെയാണ് മകൻ്റെ അസുഖത്തിൻ്റെ കാര്യം പറഞ്ഞത്. ഇതുപോലെ തന്നെയാണ് സർജറിയുടെ കാര്യവും. പെട്ടെന്ന് തന്നെ ഡേറ്റ് കിട്ടുകയും അത്രയും നാൾ അവർ ശ്രമിച്ചിട്ട് പറ്റാത്ത കാര്യമാണ് പെട്ടെന്ന് ഡേറ്റ് ഫിക്സ് ചെയ്യാൻ സാധിച്ചതും. പെട്ടെന്ന് തന്നെ ഒരു സ്പീഡി റിക്കവറിയാണ് ഈ മകന് കിട്ടിയത്. ട്രീറ്റ്മെൻറ്റ് ഒരു പക്ഷേ അത് നല്ല രീതിയിൽ നടക്കുവാനും പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്യുവാനും ഡേറ്റ് ഇട്ടാനും സാധിച്ചു എന്നാണ് ഈ മകൾ പറഞ്ഞ സാക്ഷ്യത്തിൽ. അവിടെയും ഈശോയുടെയും അമ്മയുടെയും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, സഞ്ചാരി മാതാവിൻ്റെ ഇടപെടലാണ് യാത്ര ചെയ്യുന്ന അമ്മ ആ ഹോസ്പിറ്റലിൽ പോയി മകൻ്റെ കൂടെ നിൽക്കുകയും പെട്ടെന്ന് തന്നെ രോഗം സൗഖ്യപ്പെട്ട് പൂർണ്ണമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് ഒരു കുഴപ്പവുമില്ലാതെ അമ്മയുടെ സന്നിധിയിൽ വരുവാനും സാധിച്ചത് ഈ കുടുംബം മുഴുവനും ഉടമ്പടിയിലാണ്. ഉടമ്പടിയിലുള്ള മക്കളുടെ ജീവിതത്തിൽ നമുക്ക് ആനന്ദിക്കാനുള്ള എല്ലാ ചാൻസുമുണ്ട്, കാരണം എല്ലാ അവസരങ്ങളും ഉണ്ട്. കാരണം നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്ന ഒരമ്മയാണ് ഈ മകൾ. പാസ്പോർട്ട് കയ്യിൽ പിടിച്ചൊന്ന് ആഗ്രഹിച്ചു, അച്ഛനൊന്ന് എടുത്തിരുന്നെങ്കിൽ, അച്ഛനൊന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എന്ന്. ഇവിടെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്ന അമ്മ. നമ്മുടെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുമ്പോൾ, വിശ്വാസത്തോടെ സമർപ്പിക്കുമ്പോൾ എല്ലാം നോക്കിക്കൊള്ളുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മെ സംരക്ഷിച്ച് കരം പിടിച്ച് മുന്നോട്ട് നയിക്കുന്ന പരിശുദ്ധ അമ്മയാണ് കൃപാസനം അമ്മ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നില്ല നിങ്ങൾക്ക് ലഭിക്കുമെന്ന് മത്തായിയുടെ സുവിശേഷം 21:22 പറയുന്നു. നമുക്കും പൂർണ്ണ വിശ്വാസത്തോടെ നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ ആത്മാർത്ഥതയോടെ മുന്നോട്ട് നയിക്കാനുള്ള അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സിനി തോമസിന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.